ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. അങ്ങനെ ഇന്ന് ദൃശ്യം 3 ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു കേട്ടോ. കാരണം ഏതൊരു പടവും ഫസ്റ്റ് ഷോ കണ്ടില്ലെങ്കിൽ റിവ്യൂക്കാർ വന്നിട്ട് ആ പടത്തിൻ്റെ ഭംഗി നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഷോ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ദൃശ്യം 1ഉം 2ഉം കണ്ട ആ ഒരു തന്നെയാണോ ദൃശ്യം 3 എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ സിനിമകളെല്ലാം അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, ദൃശ്യം 3യെക്കുറിച്ച് അത് എന്താ പറയുക, ലാലേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. അത്രയും നല്ലൊരു സിനിമയാണ്. ഞാൻ ദൃശ്യം 3 കണ്ടിറങ്ങി വന്നതിന് ശേഷം ഞാൻ ഫോണെടുത്ത് നോക്കുമ്പോൾ അത് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അതിൻ്റെ കഥ പറയുന്നതും കഥ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നതെല്ലാം കണ്ടു. എന്തിനാണ് ഒരു സിനിമ ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. ഞങ്ങൾ പോയത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള തിയേറ്ററിലാണ് പോയത്. ഹൗസ്ഫുള്ളായിരുന്നു, നല്ല തിരക്കുള്ള, എന്താ പറയുക, എല്ലാവരും ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വേണ്ടിയിട്ട് നിറയെ ആളുകളുണ്ടായിരുന്നു തിയേറ്ററിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എന്താ പറയുക, കണ്ണ് ചിമ്മാതെ ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമ തന്നെയായിരിക്കും ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഇരുന്ന് കണ്ടത്. അത്രയും സൂപ്പർ സിനിമയായിരുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ പടം കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും സൂപ്പറാണ്. ലാലേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ സിനിമ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ റിവ്യൂസൊന്നും നോക്കാതെ ധൈര്യമായിട്ട് പോയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വന്ന് കമൻറ്റിൽ ചോദിക്കുക തന്നെയായിരിക്കും. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സൂപ്പർ പടം, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.